കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠഭാഗമായ ജലം നിത്യജീവിതത്തിൽ എന്ന പാഠമാണ്. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പഠിക്കുന്നത്. ഭൂമിയിലെ ശുദ്ധജല സ്രോതസ്സുകൾ ഏതൊക്കെ? ഭൂഗർഭജലം, ഹിമാനികൾ, മഴവെള്ളം. വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ കിണർ, പുഴ, ബോർവെൽ, ടാങ്കർ സപ്ലൈ. ഭൂമിയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് സമുദ്രം. ഭൂമിയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് സമുദ്രം. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. തലച്ചോറ് 73%, രക്തം 94%, വൃക്കകൾ 79%, പേശികൾ 75%, ഹൃദയം 75%, ശ്വാസകോശങ്ങൾ 83%, അസ്ഥികൾ 31%. തലച്ചോറ് 73, രക്തം 94, വൃക്കകൾ 79, പേശികൾ 75, ഹൃദയം 75, ശ്വാസകോശങ്ങൾ 83, അസ്ഥികൾ 31. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ വിവിധ ധർമ്മങ്ങൾ ഏവ? മാലിന്യങ്ങൾ പുറന്തള്ളുന്നു, ശരീരതാപം നിയന്ത്രിക്കുന്നു, സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്നു, ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നു, പോഷക ഘടകങ്ങളെ കോശത്തിലേക്ക് എത്തിക്കുന്നു. മാലിന്യങ്ങൾ പുറന്തള്ളുന്നു, ശരീരതാപം നിയന്ത്രിക്കുന്നു, സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്നു, ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നു, പോഷക ഘടകങ്ങളെ കോശത്തിലേക്ക് എത്തിക്കുന്നു. ഇത്രയുമാണ് മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ ധർമ്മങ്ങൾ. മനുഷ്യ ശരീരത്തിലെ പ്രധാന ഘടകമായ ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണ്. ഒരു ദിവസം ഒരാൾ കുടിക്കേണ്ട ജലത്തിൻ്റെ അളവ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? പ്രായം, ഭാരം, പ്രവൃത്തികൾ, കാലാവസ്ഥ. പ്രായം, ഭാരം, പ്രവൃത്തികൾ, കാലാവസ്ഥ. കുട്ടികൾക്ക് ഒരു ദിവസം 8 മുതൽ 12 കപ്പ് വരെ, അതായത് 2 മുതൽ 3 ലിറ്റർ വരെ ജലം ആവശ്യമാണ്. സസ്യങ്ങളിൽ ജലത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെ? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നു. സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നു. ജലത്തിന് നിറമോ ആകൃതിയോ മണമോ ഇല്ല. ജലത്തിൽ മുങ്ങുന്നതും മുങ്ങാത്തതുമായ വസ്തുക്കൾ ഉണ്ട്. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും. മുങ്ങിപ്പോകുന്നവയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ, ബോട്ട് എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്ത്? അവയുടെ വ്യാപ്തം വളരെ കൂടുതലാണ്. അവയുടെ വ്യാപ്തം വളരെ കൂടുതലാണ്. ഇനി നമുക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന വസ്തുക്കളും ഏതാണെന്ന് നോക്കാം. ആദ്യം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവ: ബലൂൺ, തടിക്കഷ്ണം, പ്ലാസ്റ്റിക്, ഇല, ഐസ്, കർപ്പൂരം, മെഴുക്. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവ: കല്ല്, നാണയം, ഇരുമ്പാണി. പല വസ്തുക്കളും ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. വസ്തുക്കളുടെ ഈ പ്രത്യേകത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ? വാഴത്തണ്ടിൽ കിടന്ന് നീന്തൽ പഠിക്കുന്നത്, ചങ്ങാടത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതും യാത്ര ചെയ്യുന്നതും, ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് നീന്തുന്നത്, നദിയിലൂടെ തടി, ഈറ്റക്കെട്ട് എന്നിവ കൊണ്ടുപോകുന്നത്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലം. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന്
പറയുന്നു. ജലത്തിൻ്റെ സാർവിക ലായക ഗുണത്തിന് കാരണം ജലതന്മാത്രകളുടെ ധ്രുവതയാണ്, അല്ലെങ്കിൽ പൊളാരിറ്റി എന്നും പറയും. ജലതന്മാത്രകളുടെ ധ്രുവതയാണ് സാർവിക ലായക ഗുണത്തിന് കാരണം. ജലതന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റം ഭാഗികമായി പോസിറ്റീവ് ചാർജും ഓക്സിജൻ ആറ്റം ഭാഗികമായി നെഗറ്റീവ് ചാർജും കാണിക്കുന്നു. ജലതന്മാത്രയുടെ ഒരഗ്രം പോസിറ്റീവും മറ്റേ അഗ്രം നെഗറ്റീവും ആയിരിക്കും. സാനിറ്റൈസറിലെ ഏത് ഘടകത്തിലാണ് മഷി ലയിക്കുന്നത്? ആൽക്കഹോൾ. സാനിറ്റൈസറിലെ ഏത് ഘടകത്തിലാണ് മഷി ലയിക്കുന്നത്? ആൽക്കഹോളിൽ. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കൾ ജലത്തിൽ ലയിച്ചു ചേരുന്നു. ജലത്തിൽ ലയിക്കുന്ന ചില വസ്തുക്കൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇനി ജലത്തിൽ ലയിക്കാത്തവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം. മത്സ്യങ്ങളും മറ്റു പല ജീവികളും വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത്. ജലത്തിൽ ഏത് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡാക്കുപ്പി തുറക്കുമ്പോൾ മർദ്ദം കുറയുകയും വാതക കുമിളകൾ ഉയർന്നു വരികയും ചെയ്യുന്നു. ഇതിനു കാരണം എന്ത്? ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ഇതിനു കാരണം. ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് സോഡാക്കുപ്പി തുറക്കുമ്പോൾ മർദ്ദം കുറയുകയും വാതക കുമിളകൾ ഉയർന്നു വരികയും ചെയ്യുന്നതിന് കാരണം. സോഡ വെള്ളത്തിൻ്റെ ചെറിയ പുളിപ്പിനു കാരണം എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി ചേർന്നുണ്ടാകുന്ന കാർബോണിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി ചേർന്നുണ്ടാകുന്ന കാർബോണിക് ആസിഡാണ് സോഡ വെള്ളത്തിൻ്റെ ചെറിയ പുളിപ്പിനു കാരണം. അടുത്തതായി ലീനം, ലായകം, ലായനി ഇവ എന്തെന്ന് നോക്കാം. ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സോഡയിൽ ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം വെള്ളവുമാണ്. തുരിശ് ലായനിയിൽ ലീനം തുരിശും ലായകം വെള്ളവുമാണ്. നേർപ്പിച്ച വിനാഗിരിയിൽ ലീനം വിനാഗിരിയും ലായകം വെള്ളവുമാണ്. ജലത്തിൻ്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ? വിവിധതരം പാനീയങ്ങൾ തയ്യാറാക്കുന്നതിന്, മരുന്നുകൾ കഴിക്കുമ്പോൾ, ചെടികൾ നനയ്ക്കുമ്പോൾ, പെയിൻറ്റുകൾ നേർപ്പിക്കുമ്പോൾ, അഴുക്കുകൾ കഴുകിക്കളയുമ്പോൾ. പൊടിച്ചതും പൊടിക്കാത്തതുമായ വസ്തുക്കളിൽ ഏതാണ് വേഗത്തിൽ ലയിക്കുക? പൊടിച്ചതാണ് വേഗത്തിൽ ലയിക്കുക. പഞ്ചസാര പൊടിക്കുമ്പോൾ വേഗത്തിൽ ലയിക്കാൻ കാരണം പ്രതല വിസ്തീർണം കൂടുന്നത് കൊണ്ടാണ് പഞ്ചസാര പൊടിക്കുമ്പോൾ വേഗത്തിൽ ലയിക്കുന്നത്. ചൂടുവെള്ളത്തിൽ വസ്തുക്കൾ ലയിക്കും. ലയിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപം, മർദ്ദം, ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും സ്വഭാവം. താപനില ഉയരുമ്പോൾ ദ്രാവക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ വേഗത്തിലായി ലായന വേഗതയും വർദ്ധിക്കുന്നു. താപനില ഉയരുമ്പോൾ ദ്രാവക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ വേഗത്തിലായി ലായന വേഗതയും വർദ്ധിക്കുന്നു. ഊഷ്മാവ് കുറയുമ്പോൾ ജലതന്മാത്രകൾ തമ്മിലുള്ള അകലം കുറയുന്നു. ലായനികൾ പലതരത്തിൽ ലയിച്ചതുണ്ട്. ഖരം ദ്രാവകത്തിൽ ലയിച്ചത്, ഇതിനുദാഹരണമാണ് ഉപ്പുവെള്ളം. ഇനി വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് സോഡാ വെള്ളം. രണ്ടു ദ്രാവകങ്ങൾ തമ്മിൽ ലയിച്ചതാണ് വിനാഗിരി, നേർപ്പിച്ച വിനാഗിരി. വിനാഗിരിയും ജലവും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് നേർപ്പിച്ച വിനാഗിരി ഉണ്ടാക്കുന്നത്. ഇത് രണ്ട് ദ്രാവകങ്ങൾ തമ്മിൽ ലയിച്ചതിന് എക്സാമ്പിളാണ്. ഇനി രണ്ടു ഖരവസ്തുക്കൾ തമ്മിൽ ലയിച്ചതാണ് ലോഹങ്ങൾ ഉരുക്കിയുണ്ടാകുന്ന സങ്കര ലോഹങ്ങൾ. ലോഹങ്ങൾ ഉരുക്കിയുണ്ടാക്കുന്ന സങ്കര
ലോഹങ്ങൾ രണ്ടു ഖരവസ്തുക്കൾ തമ്മിൽ ലയിച്ചതിന് ഉദാഹരണമാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ സോഡിയവും ക്ലോറൈഡും അയോണുകളായി വേർപിരിയുന്നു. 0°C ജലം ഘനീഭവിച്ച് ഐസായി മാറുന്നു. ഊഷ്മാവ് കുറയുമ്പോൾ ജലതന്മാത്രകൾ അടുത്തടുത്ത് വരികയും അവയ്ക്ക് ക്രിസ്റ്റൽ ഘടന ലഭിക്കുകയും ചെയ്യുന്നു. 0° താപനിലയിൽ ഊർജം നഷ്ടപ്പെട്ട തന്മാത്രകൾ കൂടുതൽ അടുത്തു വന്ന് ഖരാവസ്ഥയിലേക്ക് മാറുന്നു. ഇനി നമുക്ക് ബാഷ്പീകരണം എന്താണെന്ന് നോക്കാം. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്നു പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. ഐസിൻ്റെ വിവിധ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചികിത്സാരംഗത്ത് വേദന, അണുബാധ, നീർക്കെട്ട് എന്നിവയൊക്കെ കുറയ്ക്കാൻ ഐസ് യൂസ് ചെയ്യുന്നുണ്ട്. ഐസ് സ്പോർട്സുകൾ, സ്കേറ്റിംഗ്, ഐസ് ഹോക്കി എന്നിവ. ഐസ് ഉപയോഗിച്ച് ആർട്ട് വർക്കുകൾ, പാനീയങ്ങൾ തണുപ്പിച്ചുപയോഗിക്കുന്നതിനും ഐസിൻ്റെ വിവിധ ഉപയോഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ഐസ് ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? ഐസ് താപോർജ്ജം സ്വീകരിച്ചു ജലമായി മാറുന്നു. ജലത്തിൻ്റെ താപനില 100°യിൽ എത്തുമ്പോൾ തിളയ്ക്കുന്നു. ജലം ചൂടാകുമ്പോൾ നീരാവി ഉണ്ടാകുന്നു. നീരാവി തണുത്ത് വീണ്ടും ജലമുണ്ടാകുന്നു. ജലത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും സ്ഥിതി ചെയ്യാൻ കഴിയും. ജലത്തിന് ബാഷ്പീകരണ ശീലമുണ്ട്. ജലത്തിൻ്റെ താപവാഹക ശേഷി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ? ജലത്തിൻ്റെ താപവാഹക ശേഷി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ചികിത്സാ രംഗത്ത്, അതായത് ആവി പിടിക്കാൻ. ചികിത്സാ രംഗത്ത് നമ്മൾ ആവി പിടിക്കാൻ ജലം ആണല്ലോ ഉപയോഗിക്കുന്നത്. അത് ജലം ബാഷ്പീകരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. വേദന കുറയ്ക്കാൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതിന്, പാചകത്തിന്, സ്റ്റീം എഞ്ചിനുകൾ. ജലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് വിതാനം പാലിക്കുന്നു എന്നത്. മഴ പെയ്തും മഞ്ഞുരുകിയും ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെയും പാറകളിലൂടെയും ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങി രൂപപ്പെടുന്നതാണ് ഭൂഗർഭ ജലം. മഴ പെയ്തും മഞ്ഞുരുകിയും ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെയും പാറകളിലൂടെയും ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങി രൂപപ്പെടുന്നതാണ് ഭൂഗർഭ ജലം. ഇനി നമുക്ക് മഴയുണ്ടാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സൂര്യതാപം മൂലം ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പമാവുന്നു. ജലബാഷ്പം അന്തരീക്ഷത്തിൽ വച്ച് സാന്ദ്രീകരിച്ചു മഞ്ഞുകണികകൾ ആവുന്നു. ഈ മഞ്ഞുകണികകൾ കൂടിച്ചേർന്ന് മഴമേഘങ്ങൾ രൂപപ്പെടുന്നു. മഴമേഘങ്ങളിൽ ജലകണികകൾ കൂടിച്ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇത്രയുമാണ് മഴയുണ്ടാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് സാന്ദ്രീകരണം എന്നു പറയുന്നത്. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് സാന്ദ്രീകരണം എന്നു പറയുന്നത്. ജലമലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വ്യവസായശാലകളിൽ നിന്ന് മലിനജലം പമ്പ് ചെയ്യുന്നത്, കാർഷിക പ്രവർത്തനങ്ങൾ, ഗാർഹിക മലിനജലം, എണ്ണച്ചോർച്ച. വ്യത്യസ്ത ഗുണനിലവാരമുള്ള വെള്ളമാണ് നമ്മൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ളതാവണം. കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് നിർദ്ദേശിച്ച പ്രകാരമാകണം. മനുഷ്യൻ്റെയും മറ്റു സസ്തനികളുടെയും കുടലിൽ കാണപ്പെടുന്ന കോളിഫോം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയ ഏത്? ഈ കോളി. മനുഷ്യൻ്റെയും മറ്റു സസ്തനികളുടെയും കുടലിൽ കാണപ്പെടുന്ന കോളിഫോം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഈ കോളി. ഘനലോഹങ്ങൾ, അതായത് മെർക്കുറി, ലെഡ്, കാഡ്മിയം,
ആഴ്സനിക് മുതലായവ നാഡീവ്യൂഹത്തെയും ആന്തരവയവങ്ങളെയും ദോഷകരമായി ബാധിക്കും. ഘനലോഹങ്ങളായ മെർക്കുറി, ലെഡ്, കാഡ്മിയം, ആഴ്സനിക് മുതലായവ നാഡീവ്യൂഹത്തെയും ആന്തരാവയവങ്ങളെയും ദോഷകരമായി ബാധിക്കും. ഇനി നമുക്ക് മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മഴക്കുഴി, തടയണ, കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, തടമെടുക്കൽ. അടുത്തത് പുതിയ ജലസംഭരണ രീതികൾ ഏതൊക്കെയെന്ന് നോക്കാം. മഴവെള്ള സംഭരണി, കിണർ റീചാർജിംഗ്, സീൽ പോളിൻ ജലസംഭരണികൾ. മഴവെള്ള സംഭരണി, കിണർ റീചാർജിംഗ്, സീൽ പോളിൻ ജലസംഭരണികൾ. ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠമായ ജലം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗത്തുള്ളത്. ഇതൊക്കെ തന്നെ PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എല്ലാവരും നന്നായി കേട്ട് ആവശ്യമുള്ള പോയിൻറ്സുകൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.